നമുക്ക് ഈ ഒരു ഐറ്റം വെച്ചിട്ട് അടിപൊളി മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുത്താലോ? ശീമച്ചക്ക, അതേമാതിരി കടച്ചക്ക എന്നൊക്കെ പറയും. നമ്മളിവിടെ കടച്ചക്ക എന്നിട്ട് പറയും. നിങ്ങളവിടെ എന്താ പറയുക കമൻറ്റ് ചെയ്യണേ. അപ്പം അത് ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും അത് ചെറുതായിട്ട് കുറച്ച് വെള്ളം, അത് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അതേസമയം അതിലേക്കൊരു 8 ചെറിയുള്ളിയും അതേപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും. അപ്പോൾ ഇത് ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കുക്കായി വന്ന ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ ചെറിയൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഈ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന സമയത്ത് ഒരു 2 വറ്റൽമുളക് ഇട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ട്. അപ്പോൾ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഈ ഒരു മെഴുക്ക് പുരട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്കയുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.